ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാമത്തെ ബുക്കിൻ്റെ ഒന്നാമത്തെ പാഠം ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് നല്ല രീതിയിൽ പറയാൻ എനിക്കും അത് മനസ്സിലാക്കി ജീവിതത്തിലുടനീളം ഹൈറിലേക്ക് പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ, ആമീൻ. ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം, ആദ്യം നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു പോസ്റ്റർ ആക്കിയിട്ട് ഇങ്ങനെ പറയും, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ആ പാഠത്തിൽ വന്ന ഗ്രാമർ ഭാഗങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത് ഇന്നവ അഹ്വാത്തുഹ, ഇന്നയും ഇന്നയുടെ സഹോദരിമാരും. ഇന്നയും ഇന്നയുടെ സഹോദരിമാരും. അഹവാത്തുഹ മുലാഫുൻ മുലാഫിനിലേഹി, അവളുടെ സഹോദരിമാരും. ഇന്നയും അവളുടെ സഹോദരിമാരും. അപ്പോൾ ഇന്നയുടെ സഹോദരിമാരൊക്കെയാണ്? ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത്ത, ലഅല്ല. ഇങ്ങനെ ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത്ത, ലഅല്ല. 6 പേരാണ് ഇവരുള്ളത്. ഇവരെല്ലാം ഹർഫുകളാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൊത്തം അറബി പദങ്ങൾ 3ആയി തിരിച്ചിട്ടുണ്ട്: ഇസ്മ, ഫിഅല്, ഹർഫ്. അതിലെ ഹർഫുകളാണ് ഇവയെല്ലാം. ഓക്കെ, ഇവ ഓരോ ജുംലകളിൽ അഥവാ ജുംലത്തുൽ ഇസ്മിയയിലാണ് ഇത് വരിക. നമുക്കറിയാം, അറബി ഗ്രാമറിൽ അല്ലെങ്കിൽ അറബി ഭാഷയിൽ വാചകങ്ങൾ 2ആയി തിരിച്ചിട്ടുണ്ട്: ജുംലത്തുൽ ഫിഅലിയ, ഫിഅല് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്; മറ്റേത് ജുംലത്തുൽ ഇസ്മിയ, അല്ലാത്തവ. ഓക്കെ, അപ്പോൾ ജുംലത്തുൽ ഇസ്മിയക്ക് 2 ഭാഗങ്ങളുണ്ട്: മുബ്തദയുണ്ട്, ഖബറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇന്നയും ഇന്നയുടെ സഹോദരിമാരും എവിടെയാണ് കയറുക? ജുംലത്തുൽ ഇസ്മിയയിൽ കയറുമ്പോൾ അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന എന്ന പദം, ആദ്യം ഇന്നയെക്കുറിച്ച് പറയാം. നമുക്ക് എല്ലാ പദങ്ങളും എല്ലാ ഹർഫുകളും ഓരോന്നായി പഠിക്കാം. ഇന്ന എന്ന പദം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഹർഫു തൗക്കീദാണ്. തൗക്കീദ് ചെയ്യാൻ, ഉറപ്പിച്ചു പറയാൻ. ഒരു വാചകത്തിൻ്റെ മുന്നിൽ ഇത് വരും, അപ്പോൾ ആ വാചകത്തിന് ഉറപ്പിച്ചു പറയാൻ, നിശ്ചയമായും, തീർച്ചയായും എന്നൊക്കെ അർത്ഥം കിട്ടും. ആ വാചകത്തെ ഉറപ്പിച്ചു പറയാനാണ് ഇന്ന എന്ന പദം ഉപയോഗിക്കുന്നത്, ഈ ഒരു ഹർഫ് ഉപയോഗിക്കുന്നത്. എന്നാൽ എപ്പോഴും ഈ ഇന്ന എന്തായിരിക്കും? ഒരു വാചകത്തിൻ്റെ തുടക്കത്തിലായിരിക്കും വരിക. എന്നാൽ ഖാല എന്നൊരു ഫിഅലുണ്ടല്ലോ, ഖാല, അവൻ പറഞ്ഞു, അതിനുശേഷം ആയിരിക്കും വരിക. ഖാലയോ യഖൂലു, ഖുൽ എന്നീ ഖാല എന്ന ഒരു ഫിഅലിൻ്റെ വകഭേദങ്ങളിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഖാലക്ക് ശേഷമാണ് വരിക. അല്ലാത്തപ്പോൾ എവിടെ വരിക? ഒരു വാചകത്തിൻ്റെ തുടക്കത്തിലാണ് ഇന്ന വരിക. ഓക്കെ, ഒരു ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട്: അൽ ഹറമു ഖദീമുൻ, പിരമിഡ് പഴയതാകുന്നു. അൽ ഹറമു ഖദീമുൻ, ജുംലത്തുൽ ഇസ്മിയ. ഓക്കെ, അതിന് അൽ ഹറമു എന്നത് മുബ്തദയാണ്, ഖദീമുൻ എന്നത് ഖബറാണ്. ഓക്കെ, ഇനി അതിൽ അൽ മുബ്തദ എന്താണ്? മർഫു ആണ്, ദൊമ്മ അല്ലേ? ദൊമ്മയിൽ റഫു ചെയ്തിട്ടുണ്ട്. ഖദീമു ദൊമ്മത്തൈൻ, മർഫു ആണ്. ഓക്കെ, ഇനി ഇതിൽ ഇന്ന പ്രവേശിക്കുമ്പോൾ ഇന്നൽ ഹറമ ഖദീമുൻ, ഇന്നൽ ഹറമ ഖദീമുൻ, നിശ്ചയമായും പിരമിഡ് പഴയതാകുന്നു, അല്ലെങ്കിൽ തീർച്ചയായും പിരമിഡ് പഴയതാകുന്നു. എങ്ങനെയാണ് വ്യത്യാസം? ഹറമ, അർത്ഥത്തിലെ വ്യത്യാസം എന്താ വന്നത്? ആ വാചകത്തെ ഉറപ്പിച്ചു അല്ലേ? ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും. ഒരു തൗക്കീദ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു തൗക്കീദ് കൊടുത്തിട്ട് ഉറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ വാചകത്തിൽ വന്ന മാറ്റം നോക്കിയേ. ഹറമു എന്നത് അൽ ഹറമു എന്നത് അൽ ഹറമ, മീമിന് ഫതഹ, നസ്ബു ചെയ്തു അല്ലേ? ആ ഒരു വ്യത്യാസം എഴുത്തിലുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ പേരുകളിലൊക്കെ മാറ്റം വന്നു. ഇന്നനെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്നനെ നമ്മൾ പറയാ ഹർഫു തൗക്കീദ് എന്നാണ് പറയുക. അതുകൂടാതെ ഇന്നക്ക് ശേഷം വരുന്ന പദത്തിനെ നസ്ബു ചെയ്തല്ലോ. അപ്പോൾ ഹർഫു തൗക്കീദിൻ വ നസ്ബിൻ, നസ്ബിൻ്റെയും തൗക്കീദിൻ്റെയും അല്ലെങ്കിൽ തൗക്കീദിൻ്റെയും അക്ഷരം എന്നാണ് നമ്മൾ അതിനെ പറയുക. അൽ ഹറമ എന്നത് ഇസ്മു ഇന്ന, മുബ്തദയുടെ പേര് മാറി ഇസ്മു ഇന്ന. ഖദീമുൻ എന്നത് ഖബറു ഇന്ന, ഖദീമുൻ എന്നത് ഖബറു ഇന്ന. അപ്പോൾ ഇന്നയോ ഇന്നയുടെ സഹോദരിമാരിൽ ആരെങ്കിലുമോ ഒരു ജുംലത്തുൽ ഇസ്മിയയിൽ പ്രവേശിച്ചാൽ മർഫു ആയ മുബ്തദ മൻസൂബാകും. നമ്മൾ കണ്ടല്ലോ, അൽ ഹറമു എന്നത് അൽ ഹറമ, ഇന്നൽ ഹറമ എന്നാകും. മുബ്തദ എന്ന പേര് മാറി ഇന്നയുടെ ഇസ്മ എന്നാകും, അല്ലെങ്കിൽ ഇന്നയുടെ സഹോദരിമാർ
അന്ന, അന്നയുടെ ഇസ്മു അല്ലെങ്കിൽ ലഅല്ലയുടെ ഇസ്മു, അങ്ങനെ ഇസ്മു ഇന്ന, ഇസ്മു അന്ന, ഇസ്മു ലഅല്ല എന്നൊക്കെ പേര് മാറും. ഇനി ഖബർ ആണെങ്കിൽ ഖബറിൻ്റെ പേര് ഇന്നയുടെ ഖബർ അല്ലെങ്കിൽ അല്ലയുടെ ഖബർ, ഖബറുൽ അല്ല അല്ലെങ്കിൽ അന്നയുടെ ഖബർ എന്നങ്ങനെ പേര് മാറും. ഇനി ഖബർ ഒറ്റ വാക്കാണെങ്കിൽ അത് മർഫു ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നോക്കാം. അൽ കിതാബു സഹലുൻ, അൽ കിതാബു സഹലുൻ, പുസ്തകം എളുപ്പമുള്ളതാകുന്നു. അൽ കിതാബു മുബ്തദ, ജുംലത്തുൽ ഇസ്മിയാണ് അല്ലേ. അൽ കിതാബു മുബ്തദ, സഹലുൻ ഖബർ. ഇനി അതിൽ ഇന്ന വരുമ്പോൾ ഇന്നൽ കിതാബ സഹലുൻ, തീർച്ചയായും പുസ്തകം എളുപ്പമുള്ളതാകുന്നു. അപ്പോൾ ഇന്ന എന്നത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ കിതാബ ഇസ്മു ഇന്ന മൻസൂബുൻ, സഹ്ലുൻ ഖബറു ഇന്ന മർഫൂഉൻ. ഇനി അൽ മുദരിസു ജദീദുൻ, അധ്യാപകൻ പുതിയതാകുന്നു. ജുംലത്തുൽ ഇസ്മിയ. അൽ മുദരിസു മുബ്തദഅ ജദീദുൻ ഖബർ. ഇനി അതിലേക്ക് ഇന്ന പ്രവേശിക്കുമ്പോൾ ഇന്നൽ മുദരിസ, ഫതഹ നസ്ബ് ചെയ്ത് ശ്രദ്ധിക്കുക കേട്ടോ. ജദീദുൻ, നിശ്ചയമായും അധ്യാപകൻ പുതിയതാകുന്നു. ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ മുദരിസ ഇസ്മു ഇന്ന മൻസൂബ്, അവസാനത്തെ ലെറ്ററിന് ഫതഹ കൊടുത്ത് നസ്ബ് ചെയ്തു. ജദീദുൻ ഖബറു ഇന്ന മർഫൂഉ. ആമിനത്തുൻ ത്വാലിബത്തുൻ, ആമിന ആമിനത്തു മംനൂ മിന സർഫാണല്ലോ, സ്ത്രീനാമമാണല്ലോ, തൻവീനിനെ സ്വീകരിക്കുകയില്ല. ആമിനത്തു ത്വാലിബത്തുൻ, ആമിന വിദ്യാർത്ഥിനി ആകുന്നു. ആമിനത്തു എന്നത് മുബ്തദ, ത്വാലിബത്തുൻ എന്നത് ഖബറാണ്. ഇനി അതിലേക്ക് ഇന്ന പ്രവേശിക്കുമ്പോൾ ഇന്നൽ ആമിനത ത്വാലിബത്തുൻ, തീർച്ചയായും ആമിന വിദ്യാർത്ഥിനി ആകുന്നു. വ്യത്യാസം ശ്രദ്ധിക്കുക. ആമിനത്തു എന്നത് ആമിനത്ത, ഇന്ന എന്നത് എന്താ ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ആമിനത്ത ഇസ്മു ഇന്ന മൻസൂബ്, അവസാനത്തെ ലെറ്ററിന് ഫതഹ കൊടുത്ത് നസ്ബു ചെയ്തിരിക്കുന്നു. ത്വാലിബത്തുൻ ഖബറു ഇന്ന മർഫൂഉ. അടുത്തത് ഹുവ ഗനിയുൻ, അവൻ ധനികനാകുന്നു. അവൻ ധനികനാകുന്നു. നമുക്കറിയാം ഹുവ എന്നത് മുബ്തദ, ഗനിയുൻ ഖബർ. ഇവിടെ മുബ്തദ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ളമീറായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അവൻ ധനികനാകുന്നു. അത് എങ്ങനെയാണ് നമ്മൾ ഇന്ന ചേർത്ത് പറയുക? ഇന്നഹു ഗനിയുൻ, നിശ്ചയമായും അവൻ ധനികനാകുന്നു. ഇന്ന പ്ലസ് ഹുവ ഇന്നഹു, ഇങ്ങനെ നമ്മൾ ളമീറുകൾ കൂട്ടി പറയുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളാണ് ഇനി പറയാനുള്ളത്. ഇന്ന പ്ലസ് ഹുവ ഇന്നഹു, നിശ്ചയമായും അവൻ. അപ്പോൾ ഇന്നഹു ഗനിയുൻ എന്ന് പറയുമ്പോൾ ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഹു ആണ് ഇസ്മു ഇന്ന. അവിടെ നസ്ബിൻ്റെ പെട്ടെന്ന് കാണൂല, കാരണം മബനിയാണല്ലോ. നസ്ബിൻ്റെ അലാമത്തായ ഫതഹയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഗനിയുൻ എന്നത് ഖബറു ഇന്ന. ഇനി അപ്പോൾ ഇതേപോലെ നമ്മൾ ളമീറുകൾ ഇന്നിലേക്ക് കൂട്ടുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ നോക്കൂട്ടാ. ഇന്ന പ്ലസ് ഹുവ ഇന്നഹു. ഇനി ഇന്ന പ്ലസ് ഹുമാ ഇന്നഹുമാ, നിശ്ചയമായും അവർ രണ്ടുപേർ. ഇന്നഹും, നിശ്ചയമായും അവർ കുറേ പുരുഷന്മാർ. ഇന്നഹ, നിശ്ചയമായും അവൾ. ഇന്നഹുമാ, നിശ്ചയമായും അവർ രണ്ട് സ്ത്രീകൾ. ഇന്നഹുന്ന, നിശ്ചയമായും അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ. ഇന്നക, നിശ്ചയമായും നീ. ഇന്നക്കുമാ, നിശ്ചയമായും നിങ്ങൾ രണ്ട് പുരുഷന്മാർ. ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ. ഇന്നക്കി, നിശ്ചയമായും നീ ഒരു സ്ത്രീ. ഇന്നക്കുമാ, നിശ്ചയമായും നിങ്ങൾ രണ്ട് സ്ത്രീകൾ. ഇന്നകുന്ന, നിശ്ചയമായും നിങ്ങൾ രണ്ടിലധികം സ്ത്രീകൾ. ഇന്നി അല്ലെങ്കിൽ ഇന്നനി, നിശ്ചയമായും ഞാൻ. ഇന്നന അല്ലെങ്കിൽ ഇന്നാ, രണ്ടും പറയാം കേട്ടോ. നിശ്ചയമായും ഞങ്ങൾ. ഇങ്ങനെ നമുക്ക് ഈ ളമീറുകൾ വരുമ്പോൾ ഇന്ന ചേർത്തി പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് കൂട്ടിച്ചേർത്തി പറയാനായി സാധിക്കും. ഇനി വ്യത്യസ്ത തരം ഖബറുകൾ വരുന്നത് നോക്കാം കേട്ടോ. ഇന്നൻ്റെ ഒക്കെ അൽ ഖലമു മക്സൂറുൻ, നമ്മൾ ഒന്നാമത്തെ പുസ്തകത്തിൽ പഠിച്ചതാണ്. പേന പൊട്ടിയതാണ്. അൽ ഖലമു മുബ്തദഅ മക്സൂറുൻ ഖബർ.
ഓക്കെ, അതിലേക്ക് ഇന്ന ചേർത്തുമ്പോൾ ഇന്നൽ ഖലമ മക്സൂറുൻ, നിശ്ചയമായും പേന പൊട്ടിയതാണ്. ഇന്ന എന്നുള്ളത് എന്താ? ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ ഖലമ ഇസ്മു ഇന്ന മൻസൂബ്, മക്സൂറുൻ ഖബറു ഇന്ന. ഒറ്റ പദത്തിലാണ് ഖബർ വന്നിരിക്കുന്നത്. ഇനി നോക്കിയേ, അർ റജുലു ഫിൽ മസ്ജിദി, പുരുഷൻ പള്ളിയിലാണ്. അർ റജുലു മുബ്തദഅ, ഫിൽ മസ്ജിദി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഓക്കെ, അതിലേക്ക് ഇന്ന പ്രവേശിക്കുമ്പോൾ ഇന്ന റജുല ഫിൽ മസ്ജിദി, നിശ്ചയമായും പുരുഷൻ പള്ളിയിൽ ആകുന്നു. ഇന്നെന്താ? ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അർ റജുല ഇസ്മു ഇന്ന മൻസൂബ്, ഫിൽ മസ്ജിദി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. കണ്ടോ? ഹുവ ഫിൽ ഗുർഫത്തി, അവൻ മുറിയിലാകുന്നു. ഇനി ഇതിലേക്ക് ഇന്ന ചേർത്തിയ ഇന്നഹു ഫിൽ ഗുർഫത്തി, നിശ്ചയമായും അവൻ മുറിയിലാകുന്നു. ഇന്ന എന്താ? ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഹു എന്നുള്ളത് ഇസ്മു ഇന്ന. ഓക്കെ, നസ്ബിൻ്റെ അലാമാത്ത് കാണില്ല മബിനി ആയതുകൊണ്ട്. ഫിൽ ഗുർഫത്തി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. അൽ കൽബു തഹ്ത സയ്യാറത്തി, നായ കാറിൻ്റെ അടിയിലാകുന്നു. അൽ കൽബു മുബ്തദഅ, തഹ്ത എന്ന ലർഫാണ് അവിടെ ഖബറായിട്ട് വന്നിരിക്കുന്നത്. അസ്സയ്യാറത്തി മുദാഫുൻ ഇലൈഹി. ഇതിലേക്ക് ഇന്ന ചേർത്തുമ്പോൾ ഇന്നൽ കൽബ തഹ്ത സയ്യാറത്തി, നിശ്ചയമായും നായ കാറിൻ്റെ അടിയിൽ ആകുന്നു. ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ കൽബ ഇസ്മു ഇന്ന മൻസൂബ്, തഹ്ത എന്ന ലർഫ് അവിടെ ഖബറു ഇന്നയാണ്. അസ്സയ്യാറത്തി മുദാഫുൻ ഇലൈഹി. അടുത്തത് ഖുർആനിലെ ഒരായത്താണ്. ഇന്നാ ജഅൽന ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂന അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. ഇവിടെ ആയത്ത് മൊത്തം നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. ഇവിടെ ഇന്നാ ജഅൽന ശയാതീന, നിശ്ചയമായും നാം ആക്കി, അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന പ്ലസ് നഹ്നു, നിശ്ചയമായും നാം. ഇന്ന പ്ലസ് നഹ്നു, അവിടെ ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഇന്നന എന്ന് പറഞ്ഞിട്ട് നിശ്ചയമായും നാം, നഹ്നു നാം. ഓക്കെ, അവിടെ നാ എന്നുള്ളതാണ് ഇസ്മു ഇന്ന. ജഅൽന എന്നുള്ള ആ ഒരു ജുംലത്തുൽ ഫിഅലിയ ഖബറു ഇന്നയാണ്. അപ്പോൾ ഒന്നാമത്തേതിൽ നോക്കിയേ, മക്സൂറുൻ, അൽ ഖലമു മക്സൂറുൻ. മക്സൂറുൻ എന്നുള്ളത് ഖബർ ഒറ്റ പദത്തിൽ വന്നിരിക്കുന്നു. ഇന്നൻ്റെ ഖബറും ഒറ്റ പദത്തിൽ വന്നിരിക്കുന്നു. രണ്ടാമത്തെ നോക്കിയേ, ജാറുൻ വ മജ്റൂറുൻ അല്ലേ, രണ്ടാമത്തെ വാക്കും അർ റജുലു ഫിൽ മസ്ജിദി ജാറുൻ വ മജ്റൂറുൻ. ഇന്നക്ക് അതേപോലെ തന്നെ ഇന്നൻ്റെ ഖബറും ജാറുൻ വ മജ്റൂറുൻ ആയിട്ട് വരും. മൂന്നാമത്തെ പദത്തിൽ നമ്മൾ ദമീർ, അറ്റാച്ച്ഡ് പ്രോനൗൺ ദമീർ മുത്തസിൽ വന്നിരിക്കുന്നു ഇന്നയുടെ കൂടെ. നാലാമത്തേതിൽ തഹ്ത എന്ന ആ ഒരു ലർഫ് ഖബറായിട്ട് വന്നിരിക്കുന്നു. ഇന്നൻ്റെ ഖബറും അതേപോലെ വരും. അടുത്ത സെൻറ്റൻസിൽ ജുംലത്തുൽ ഫിഅലിയ ഖബറായിട്ട് വന്നിരിക്കണം. ഇന്നൻ്റെ ഖബറും അതേപോലെ വരും. അതേപോലെ തന്നെ ജുംലത്തുൽ ഇസ്മിയയും ഖബറായിട്ട് വരും. അതേപോലെ ഇന്നേൻ്റെ ഖബറും അതേപോലെ തന്നെ ജുംലത്തുൽ ഇസ്മിയയും ഖബറായി വരും. ഇനി ഖുർആനിൽ നിന്നുള്ള ഏതാനും ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹാൻഡ് ഔട്ടിൽ വന്നിട്ടുള്ളതാണ്. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീമുൻ. നമ്മൾ അർത്ഥത്തിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അല്ലാഹ ഇസ്മു ഇന്ന മൻസൂബ്, ഗഫൂറുൻ ഖബറു ഇന്ന, റഹീമുൻ എന്നത് അതിൻ്റെ നഅത്താണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഇന്ന ഹർഫു നസ്ബിൻ ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അല്ലാഹ ഇസ്മു ഇന്ന മൻസൂബ്, സരീഉ ഖബറു ഇന്ന വഹുവ മുളാഫ്, അൽ ഹിസാബി മുളാഫുൻ ഇലൈഹി. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീറുൻ. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അല്ലാഹ ഇസ്മു ഇന്ന മൻസൂബ്, അലാ കുല്ലി ജാറുൻ വ മജ്റൂറുൻ, കുല്ലിക്ക് ശേഷം മുദാഫുൻ ഇലൈഹി. ഖദീറുൻ എന്നതാണ് ഖബറു ഇന്ന. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബുൻ. ഓക്കെ, റഹ്മത്ത എന്നതാണ് ഇസ്മു ഇന്ന വഹുവ മുളാഫ്, അല്ലാഹി മുളാഫുൻ ഇലൈഹി, ഖരീബുൻ ഖബറു ഇന്ന. ഇന്ന ഹാദിഹി തദ്കിറ. ഇവിടെ ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, ഹാദിഹി ഇസ്മു ഇന്ന, തദ്കിറത്തുൻ ഖബറു ഇന്ന. ഇന്നഹാ കലിമത്തുൻ. ഇവിടെ ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, കലിമത്തു ഹാ എന്നുള്ളത് ഇസ്മു ഇന്ന, കലിമത്തുൻ എന്നത്
ഖബറു ഇന്ന. ഇന്നഹാ ഷജറത്തുൻ. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഹാ ഇസ്മു ഇന്ന. ഷജറത്തുൻ ഖബറു ഇന്ന. ഇന്നഹാ ബഖറത്തുൻ സഫ്രാഉ. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഹാ ഇസ്മു ഇന്ന. ഇസ്മു ഇന്ന. ഷജറത്തുൻ ബഖറത്തുൻ ഖബറു ഇന്ന. സഫ്രാഉ എന്നത് അതിൻ്റെ നഅത്താണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി. അവിടെ ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ മുനാഫിഖീന ഇസ്മു ഇന്ന. ഫി ദർക്കി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. അൽ അസ്ഫലി നഅത്താണ്. ഇന്നനി മിനൽ മുസ്ലിമീന. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ആ യാ മുത്തകല്ലിമാണ് ഇസ്മു ഇന്ന. മിനൽ മുസ്ലിമീന ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. ഇന്നനി അബ്ദുല്ലാഹി. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. യാ മുത്തകല്ലിം ഇസ്മു ഇന്ന. അബ്ദു ഖബറു ഇന്ന വഹുവ മുളാഫ്. അല്ലാഹി മുളാഫുൻ ഇലൈഹി. ഇന്ന മഅകും. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. നാ അവിടെ ഒരു ഇന്നനാ എന്നുണ്ട്, ഒരു നാ, അതാണ് ഇസ്മു ഇന്ന. മാ എന്നുള്ള ലർഫാണ്. ഖബറു ഇന്ന കും മുലാഫിൻ ഇലൈഹി. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഓക്കെ, അല്ലാഹ അതാണ് ഇസ്മു ഇന്ന. മഅ ഖബറു ഇന്ന. അസ്സാബിരീന മുലാഫിൻ ഇലൈഹി. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാമു. ഇന്നദ്ദീന ഇവിടെ അദ്ദീന എന്നതാണ് ഇസ്മു ഇന്ന. ഇന്ദല്ലാഹി. ഇന്ദ എന്നുള്ള ലർഫാണ്. അല്ലാഹി മുളാഫിൻ ഇലൈഹി. അൽ ഇസ്ലാമു അതാണ് ഖബറു ഇന്ന. ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഓക്കെ, ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. മഅ എന്നുള്ള ലർഫാണ്. ഖബറു ഇന്ന. ഖബറു ഇന്ന. അൽ ഉസ്രി എന്നുള്ളത് അൽ ഉസ്രി യുസ്ര. അവിടെ അൽ മഅ എന്നുള്ള ലർഫ്, അതിനുശേഷം അൽ ഉസ്രി എന്നുള്ളത് മുളാഫുൻ ഇലൈഹി. യുസ്ര എന്നുള്ളതാണ് ഇസ്മു ഇന്ന. ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം. അവിടെ ഇന്നഹു ആണ് ഇസ്മു ഇന്ന. ബികുല്ലി ജാറുൻ വ മജ്റൂറുൻ. ഷൈഇൻ മുളാഫുൻ ഇലൈഹി. അലീമുൻ ഖബറു ഇന്ന. ഓക്കെ, ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊന. ഇന്നന അവിടെ നാ അതാണ് ഇസ്മു ഇന്ന. ലില്ലാഹി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. വാവുൽ അത്ഫ് ഇന്ന. അവിടെയും ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. നാ എന്നുള്ളതാണ് ഇസ്മു ഇന്ന. പിന്നെ ഇലൈഹി ജാറുൻ വ മജ്റൂർ. ഇല പ്ലസ് ഹുവ ഇലൈഹി. റാജിഊന ഖബറു ഇന്ന. ഓക്കെ, ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വ ഉയൂൻ. ഇന്നൽ മുത്തഖീന. ഇന്ന എന്താ ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ മുത്തഖീന ഇസ്മു ഇന്ന. ഫി ജന്നാത്തിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. വാവു ഹർഫുൽ അത്ഫ്. ഉയൂനിൻ മഅതൂഫുൻ അലാ ജന്നാത്തിൻ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അല്ലാഹ ഇസ്മു ഇന്ന. ഖബീറുൻ ഖബറു ഇന്ന. ഖബീറുൻ ബിമാ ജാറുൻ വ മജ്റൂറുൻ ബിമാ തഅമലൂന. മാ എന്നുള്ളത് ഇസ്മു മൗസൂൽ. തഅമലൂന സിലത്തുൽ മൗസൂൽ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അല്ലാഹ ഇസ്മു ഇന്ന മൻസൂബ്. യുഹിബ്ബുൽ മുഹ്സിനീന എന്ന ജുംലത്തുൽ ഫിഅലിയയാണ് അവിടെ ഖബറു ഇന്നയായിട്ട് വന്നിരിക്കുന്നത്. നമ്മളത് പിന്നീട് അനലൈസ് ചെയ്യാം. അടുത്ത ആയത്ത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി. ആ ഒരു വലിയ ആയത്താണ്. ഇന്ന അറിയാം ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ മുസ്ലിമീന എന്നുള്ളതാണ് ഇസ്മു ഇന്ന. പിന്നെ എല്ലാതും മഅതൂഫുൻ അലാ മുസ്ലിമീന കേട്ടോ. എല്ലാം മഅതൂഫ് ചെയ്തു വന്നിരിക്കുകയല്ലേ. അതിൻ്റെ അവസാനം, ആയത്തിൻ്റെ അവസാനം അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അലീമ. അതാണ് ആ ഒരു ജുംലത്തുൽ ഫിഅലിയയാണ്. മഗ്ഫിറത്തൻ വ അജ്റൻ അലീമ. ആ ഒരു ജുംലത്തുൽ ഫിഅലിയയാണ് ഖബറു ഇന്ന. ഓക്കെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി നമുക്ക് ലാമുൽ ഇബ്തിദായിയെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ലാമുൽ ഇബ്തിദായി നമ്മൾ ഓൾറെഡി ലാമുൽ മിൽക്ക് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഉടമസ്ഥതയിലുള്ള എന്നർത്ഥം വരുന്ന ലാമുൽ മിൽക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലാമുൽ ഇബ്തിദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫതഹ ഉള്ളൊരു ലാമാണ്. ഫതഹ ഒരു ലാമാണ്. അതെവിടെ വരിക എന്ന് വെച്ചാൽ മുബത്തദയുടെ മുന്നിലാണ് വരിക. ഓക്കെ, ഒരു ജുംലത്തുൽ ഇസ്മിയയിലാണെങ്കിൽ അത് മുബത്തദയുടെ മുന്നിലാണ് വരിക. ആ ലാമ് വന്നു കഴിഞ്ഞാൽ ആ വാചകത്തിന്
തൗക്കീദാണ് കൊടുക്കുന്നത്. നിശ്ചയമായും എന്നുള്ള ഒരു ഉറപ്പ്, ആ വാചകത്തിന് ഉറപ്പാണ് കൊടുക്കുന്നത്, ഇന്നയുടെ അതേപോലെ തന്നെ. എന്നാൽ ഇന്ന വരുമ്പോൾ വാചകത്തിന് വ്യത്യാസം വരുമെന്ന് നമ്മൾ മുൻപ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ വലിദിക്റുല്ലാഹിൽ അക്ബറു, കണ്ടോ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദിക്റാണ് ഏറ്റവും മഹത്തരം, കണ്ടോ, നിശ്ചയമായും തീർച്ചയായും എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത നോക്കിയാൽ വല ആമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിനൽ മുശ്രിക്കത്തി, മുശ്രിക്കത്തിനേക്കാളും ഖൈറ് മുഅ്മിനത്തായ അടിമ സ്ത്രീയാണ് നിശ്ചയമായും. ലാമുൽ ഇബ്തിദാഇ, നമ്മളവിടെ ലാമുൽ മിൽക്ക്, അത് കൺഫ്യൂഷൻ ആവരുത്, ലാമുൽ മിൽക്ക് ലി എന്നാണ്, ഇവിടെ ലാമുൽ ഇബ്തിദാഇ, അവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി ലാമുൽ ഇബ്തിദാഇ എന്തുണ്ടാവുക, ലാമുൽ ഇബ്തിദാഇൻ്റെ മുബ്തദയിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നാണ് അതിൻ്റെ താഴെ പറയുന്നത്. ഇനി നോക്കിയാൽ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ. വല അജ്റുൽ ആഖിറത്തിൽ അക്ബർ, ആഖിറത്തിലെ പ്രതിഫലമാണ് ഏറ്റവും മഹത്തരം, നിശ്ചയമായും തീർച്ചയായും ആഖിറത്തിലെ റിവാർഡ്സ് ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ്. അടുത്ത നോക്കിയ വലദിക്റുല്ലാഹിൽ അക്ബർ, നമ്മൾ പറഞ്ഞത് തന്നെ, വല അദാബുൽ ആഖിറത്തിൽ അക്ബർ, ആഖിറത്തിലെ അദാബാണ്, നിശ്ചയമായും ആഖിറത്തിലെ അദാബാണ് ഏറ്റവും മഹത്തരം, അത് ഏറ്റവും. അടുത്ത നോക്കി, അടുത്ത ലാമ്, മറ്റൊരു ലാമിനെ കുറിച്ചിട്ട് ഇനിയും പഠിക്കാനുണ്ട്. ലാമുൽ മുസഹ്ലഖത്തു, ലാമുൽ മുസഹ്ലഖത്തു. ഈ ലാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലാമുൽ ഇബ്തിദാഇ നോക്കില്ലേ, ലാമുൽ ഇബ്തിദാഇ വന്നൊരു വാചകം നോക്കിയേ, ല ബൈത്തുക അജ്മലു, ബൈത്തുക അജ്മലു എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട് വളരെ ഭംഗിയുള്ളതാണ്. അവിടെ ലാമുൽ ഇബ്തിദാഇ വന്നു, അപ്പോൾ എന്തായി, നിശ്ചയമായും ല ബൈത്തുക അജ്മലു, നിശ്ചയമായും നിൻ്റെ വീട് വളരെ ഭംഗിയുള്ളതാണ് എന്ന് വന്നു. ഇനി മറ്റൊരു ഇന്ന, ഒന്നും കൂടി അതിനെ ഉറപ്പിക്കാൻ വേണ്ടി നിശ്ചയമായും നിൻ്റെ വീടാണ് ഭംഗിയുള്ളതെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും ആ ഒരു സെൻറ്റൻസിൽ ഇന്നയെ പിടിച്ചു കയറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക, അപ്പോൾ ഇന്നയെ പിടിച്ചു കയറ്റുമ്പോൾ ആ ലാം എന്താവും, ലബൈത്തുക അജ്മലു എന്ന വാചകത്തിലേക്ക് ഇന്ന പ്രവേശിക്കുമ്പോൾ ആ ലാം എന്താവും, സ്ലിപ്പായി പോവും. കണ്ടോ, ലാമ് സഹ്ലഖ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലിപ്പായി പോവുക, വഴുക്കി പോവുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, വഴുക്കി പോയ ലാമ്, ആ ലാം അപ്പോൾ വഴുക്കി പോയിട്ട് എവിടെ പോയി നിൽക്കും, ഖബറിൻ്റെ മുന്നിലേക്ക് പോയി നിൽക്കും. ഇന്ന ബൈത്തക ല അജ്മലു, നിശ്ചയമായും നിൻ്റെ വീട് ഭംഗിയുള്ളത് തന്നെയാകുന്നു. കണ്ടോ, ബൈത്തക ഇന്ന വന്നപ്പോൾ പിന്നെ മാറ്റം വന്നു. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, ബൈത്ത എന്നുള്ളത് ഇസ്മു ഇന്ന വഹുവ മുലാഫ് കാ മുലാഫുൻ ഇലൈഹി. ലാം എന്താ, ലാമുൽ മുസഹ്ലഖതു അജ്മലു ഖബറു ഇന്ന. ഓക്കെ, അപ്പോൾ ആ ഒരു ലാമിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന ഔഹന ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്തി, അറിയാലോ, സൂറത്ത് അൻകബൂത്തിലുണ്ടല്ലോ ഏറ്റവും ദുർബലമായ വീട്. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ന ഇലാഹുക്കും ലവാഹിദുൻ, ലബൈത്തുൽ, നിശ്ചയമായും ഏറ്റവും ദുർബലമായ വീട് അൻകബൂത്തിൻ്റെ വീട് തന്നെയാകുന്നു. ഇന്ന ഇലാഹുക്കും ലവാഹിദുൻ, നിശ്ചയമായും നിങ്ങളുടെ ഇലാഹ് ഒരുവൻ തന്നെയാകുന്നു. കണ്ടോ, ഇന്ന ഔവല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്തി, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇന്ന അൻകറ അസ്വാതി ലസൗത്തുൽ ഹമീർ, സൂറത്തു ലുക്മാനിലല്ലേ, ഏറ്റവും നിശ്ചയമായും ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കഴുതയുടേത് തന്നെയാകുന്നു. ആ ലാമുൽ മുസഹ്ലഖത്തു പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുറച്ചും കൂടി ഉദാഹരണങ്ങൾ ഞാനിതിലിട്ടിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത ലിൽ മുഅ്മിനീൻ, കണ്ടോ, ലാമുൽ മുസഹ്ലഖ. ഇന്ന ഫിസ് സമാവാതി വൽ അർളി ലആയാത്, അടുത്ത നോക്കി, ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും പുണ്യവാന്മാർ നഈമിൽ തന്നെയാകുന്നു. ലഫിൽ ജഹീം, ഫുജാർ ലഫിൽ ജഹീം, ജഹീമിൽ തന്നെയാകുന്നു. ഇന്നൽ മുനാഫിഖീൻ, നിശ്ചയമായ മുനാഫിക്കുകൾ, കളവ് പറയുന്നവർ തന്നെയാകുന്നു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഹുസ്ർ, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇന്ന റബ്ബി ലസമീഉദ് ദുആ, നിശ്ചയമായും എൻ്റെ റബ്ബ് പ്രാർത്ഥനക്ക് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാകുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ, നിശ്ചയമായും ഇതിലൊരു പാഠം തന്നെയുണ്ട്. അതിൽ ഇന്നക എല്ലാതും നോക്കട്ടാ, ഇന്ന വയ്യാക്കും എല്ലാം നമ്മൾ ഇതിലുള്ള ഉദാഹരണങ്ങൾ വായിച്ച് പഠിക്കുക. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനു, നിശ്ചയമായും മനുഷ്യൻ തൻ്റെ
രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാകുന്നു. നന്ദി കെട്ടവൻ തന്നെയാകുന്നു. ആ ആയത്തിൽ കുറച്ചും കൂടി ഉണ്ട് അല്ലേ, കണ്ടോ? അതൊക്കെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നിശ്ചയമായും നാം ആണ് ഈ ഒരു ദിക്റിനെ ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഹബീർ ഇന്നല്ലാഹ സമീഉൻ അലീം, നിശ്ചയമായും അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും തന്നെയാകുന്നു. അപ്പോൾ ലാമുൽ മുസഹ്ലഖയും ലാമുൽ ഇബ്തിദാഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്നയുടെ ഒരു സഹോദരി, ഇന്നയുടെ ഒരു സിസ്റ്ററായിട്ടുള്ള ലഅല്ലയെ കുറിച്ചാണ്. ലഅല്ല അത് ഒരു ഹർഫാണ്. ലഅല്ലയെ പറയാം ഹർഫു തെർജി എന്നാണ് പറയുക. ഹർഫു തെർജി, ആയിരിക്കാം എന്നൊക്കെ പറയില്ലേ, അവൻ അങ്ങോട്ട് പോയിരിക്കാം, ഒരു പ്രതീക്ഷയെ സൂചിപ്പിക്കുന്നു. നോക്കിയേ, ലഅല്ല കിതാബ റഹീസുൻ. ആദ്യം നമുക്ക് ആ വാചകം ഒന്ന് ലഅല്ല ഇല്ലാതെ പറഞ്ഞു നോക്കുക. അൽ കിതാബു റഹീസുൻ, പുസ്തകം വില കുറഞ്ഞതാണ്. ഓക്കെ, അൽ കിതാബു മുബ്തദഅ റഹീസുൻ ഖബർ. ഇനി ലഅല്ല വെച്ച് കഴിഞ്ഞാലുള്ള വ്യത്യാസം നോക്കിയേ. ലഅല്ലൽ കിതാബ റഹീസുൻ, പുസ്തകം വില കുറഞ്ഞത് ആയേക്കാം, പുസ്തകം വില കുറഞ്ഞത് ആയേക്കാം. ലഅല്ല എന്നുള്ളത് എന്താ? ഹർഫു തർജി, പ്രതീക്ഷയെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം ഹർഫു തർജി വനസ്ബിൻ, നസ്ബിൻ്റെയും തർജിൻ്റെയും ഒരു ഹർഫാണ് ലഅല്ല എന്നത്. അൽ കിതാബ ഇസ്മു ലഅല്ല, കണ്ടോ മൻസൂബായത് കണ്ടോ, ഇസ്മു ലഅല്ല മൻസൂബുൻ. ഇന്നയും ഇന്നയുടെ സഹോദരിമാരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുബ്തദഅ എന്താവും? ഇസ്മു, അതിൻ്റെ പേരും മാറ്റും, നസ്ബാവും. ഓക്കെ, റഹീസുൻ എന്നത് ഖബറു ലഅല്ല. അടുത്തത് നോക്കി, അൽ മരീദു നായിമുൻ. ഇത് ഞാനത് എഴുതിയിട്ടില്ല കേട്ടോ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. അൽ മരീദു നായിമുൻ, രോഗി ഉറങ്ങുന്നവനാണ്. അൽ മരീദു മുബ്തദഅ നായിമുൻ ഖബർ. ഇനി ഇതിലേക്ക് ലഅല്ല വരുമ്പോൾ ലഅല്ലൽ മരീദ നായിമുൻ, രോഗി ഉറങ്ങുന്നവൻ ആയേക്കാം. കണ്ടോ? ഓക്കെ, ലഅല്ല എന്നുള്ളത് ഹർഫു തർജി വനസ്ബിൻ. മരീദ, അൽ മരീദ ഇസ്മു ലഅല്ല മൻസൂബ്. നായിമുൻ ഖബറു ലഅല്ല മർഫൂ. ഇനി ലഅല്ല ഒരു ഇഷ്ഫാഖിന് വേണ്ടിയിട്ട്, ഒരു ഖൗഫ്, ഒരു ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി, ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒരു ഭയം, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഓക്കെ, ഒരു താരീൽ, ഒരു കാരണത്തിന് വേണ്ടി നോക്ക്. വറദല്ലാഹു ലക്കുമുസ്സിയാമ ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും, നിങ്ങളായേക്കാം, തത്തഖൂൻ, തഖ്വയുള്ളവരായേക്കാം, തഖ്വയുള്ളവരാകാൻ വേണ്ടി, അങ്ങനെ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഒരു ചോദ്യമായിട്ടും വരാറുണ്ട്, ഇസ്തിഫ്ഹാമിയായിട്ട് വരാറുണ്ട്. മായുദിരീക ലഅല്ലഹു യസ്സക്ക, സൂറത്തുൽ അബസയിലെ നമ്മുടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, നിനക്ക് എന്തറിയാം, അദ്ദേഹം ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. ലഅല്ലഹു യസ്സക്ക, ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. ഇനി കുറച്ചും കൂടി ഉദാഹരണം നോക്കാം. ഹുവ ഫഖീറുൻ, അവൻ ദരിദ്രനാണ്. അപ്പോൾ എങ്ങനെ പറയുക? ലഅല്ലഹു ഫഖീറുൻ, അവൻ ദരിദ്രൻ ആയേക്കാം. നേരത്തെ ഇന്ന പറഞ്ഞതുപോലെ തന്നെ ലഅല്ലയിലേക്ക് ദ്വമീറുകൾ ചേർത്തുമ്പോഴുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഹു എന്നുള്ളതാണ് ഇസ്മു ലഅല്ല, ഫഖീറുൻ ഖബറു ലഅല്ല. ലഅല്ലനെ എന്താ പറയുക? ഹർഫു തർജി വനസ്ബിൻ, അല്ലെങ്കിൽ മിൻ അഖവാത്തി ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടത്. അപ്പോൾ ലഅല്ല പ്ലസ് ഹുവയാണ് ലഅല്ലഹു, അവനായേക്കാം. ലഅല്ലഹുമാ, അവർ രണ്ടുപേർ ആയേക്കാം. ലഅല്ലഹും, അവർ രണ്ടിലധികം പുരുഷന്മാർ ആയേക്കാം. ലഅല്ലഹാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദു എന്നതിനെ കുറിച്ചാണ്. ദു എന്ന് പറഞ്ഞാൽ സ്വാഹിബ്, ഉള്ള എന്നുള്ള ഒരർത്ഥത്തിലാണ് അത് ദു എന്ന് വരിക. ദു സാധാരണ മുദാഫായിട്ടാണ് വരിക, അതിനുശേഷം ഒരു മുദാഫുൻ ഇലേഹി ഉണ്ടായിരിക്കും. ഇത് ഖബറായും നാത്തായും ഒക്കെ വരും. ദു, ദാ, ദി ഇങ്ങനെ റഫ്ആയും നസ്ബായും ജറായും വരും. ഉദാഹരണങ്ങൾ നോക്കാം. ജാ ദു മാലിൻ, സമ്പന്നൻ വന്നു. കണ്ടോ? ദൂമാലിൻ, സമ്പത്ത് ഉള്ളവൻ. ജാ ദൂമാലിൻ, സമ്പത്തുള്ളവൻ വന്നു. ജാ ഫിഅലാണ്, ദൂ ആണ് അതിലെ ഫായിൽ. ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കും. റഫ്ഇൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ
ദു എന്നാണ് വരിക. വഹുവ മുലാഫ്, മാലിൻ മുലാഫുൻ ഇലൈഹി. റഅയ്തു ദാ മാലിൻ, സമ്പത്ത് ഉള്ളവനെ ഞാൻ കണ്ടു. ഇവിടെ മഫ്ഊലും ബിഹിയാണ്, നെസ്ബായിട്ടാണ് വന്നിരിക്കുന്നത്. റഅയ്തു ഫിഅലും ഫായിലും അതിനകത്തുണ്ട്. ഞാൻ കണ്ടു, ഫായില് തുവാണ് ഫായില്. ദാ മാലിൻ, ആരെയാ കണ്ടത്? സമ്പത്തുള്ളവനെ. മഫ്ഊലും ബിഹി, ദാ എന്നത് മഫ്ഊലും ബിഹിയാണ്. അവിടെ ദാ മഫ്ഊലും ബിഹി മൻസൂബ്, നസ്ബ് ചെയ്തത് ദാ. ദു അതെന്താ? അസ്മാഉൽ ഹംസയിൽ പെട്ടതാണ് അല്ലേ? അതുകൊണ്ട് റഫ് ചെയ്തത് വാവ് കൊണ്ട്, നസ്ബ് ചെയ്തത് അലിഫ് കൊണ്ടാണ്. ദാ മാലിൻ, സമ്പന്നനെ ഞാൻ കണ്ടു. സല്ലംതു അലാ ദീ മാലിൻ, സമ്പത്തുള്ളവനോട് ഞാൻ സലാം പറഞ്ഞു. സല്ലംതുൽ ഫിഅലും ഫായിലും കഴിഞ്ഞു. അലാ ദി ഹർഫു ജർ വന്നതുകൊണ്ട് അവിടെ ദീ ജറിൻ്റെ സ്ഥാനത്താണ് അല്ലേ, മജ്റൂറാണ്. ഓക്കെ, അസ്മാഉൽ ഹംസ യാ കൊണ്ട് ജർ ചെയ്തു. അസ്മാഉൽ ഹംസയിൽപ്പെട്ട തു എന്നുള്ളത് ജർ ചെയ്തത് യാ കൊണ്ടാണ്. ഓക്കെ, വഹുവ മുലാഫ്, മാലിൻ മുലാഫുൻ ഇലൈഹി. ഇനി ദോ നോക്കിയേ, ദു മുദക്കറാകുമ്പോൾ, മുദക്കർ മുഫ്രദാകുമ്പോൾ ദു എന്നാണ്. മുഅന്നസ് ആകുമ്പോൾ, സ്ത്രീലിംഗ ഏകവചനം മുഅന്നസ് മുഫ്രദാകുമ്പോൾ ദാതു. ഇനി ദവു എന്നാണ് മുദക്കർ ജംഅ് ബഹുവചനമാകുമ്പോൾ. ദവാത്തു എന്നാണ് ജംഅ് മുഅന്നസ് സ്ത്രീലിംഗ ബഹുവചനം. ഓക്കെ, നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ പഠിക്കാം. ഇതിൽ ഏതാനും ചില ഉദാഹരണങ്ങൾ നോക്കിയേ. ബിലാലുൻ ദു ഇൽമിൻ വ ഉഖ്തുഹു ദാത്തു ഖുലുഖിൻ. ബിലാൽ അറിവുള്ളവനും അവൻ്റെ സഹോദരി ഉള്ളവളും ആകുന്നു. ബിലാലുൻ മുബ്തദഅ, ذو خبر وهو مضاف، علم مضاف إليه. حرف العطف أخت مبتدأ وهو مضاف، هو مضاف إليه. ذات خبر وهو مضاف، خلق مضاف إليه. ذو എന്നത് പുരുഷനും ذات എന്നത് ഒരു സ്ത്രീക്കും ഉപയോഗിച്ചിരിക്കുന്നു. هذا طالب ذو خلق. ഈ വിദ്യാർത്ഥി സൽസ്വഭാവം ഉള്ളവനാകുന്നു. هذا مبتدأ، الطالب بدل ذو ഖബർ വഹുവ മുലാഫ്, ഖുലുഖിൻ മുലാഫുൻ ഇലൈഹി. ഇനി ബഹുവചനത്തിലേക്ക് പോകുമ്പോൾ ഹഉലാഇ തുല്ലാബു ദവൂ ഖുലുഖിൻ. ഈ വിദ്യാർത്ഥികൾ സൽ സ്വഭാവം ഉള്ളവർ ആകുന്നു. ഹഉലാഇ മുബ്തദഅ, അത്തുല്ലാബു ബദൽ, ദവൂ എന്നത് ഖബർ വഹുവ മുലാഫ്, ഖുലുഖിൻ മുലാഫുൻ ഇലൈഹി. കണ്ടോ, ഹഉലാഇ വന്നപ്പോൾ ദവൂ എന്ന് വന്നു. ഹാദിഹി ത്വാലിബത്തുൻ ദാത്തു ഖുലുഖിൻ. ഈ വിദ്യാർത്ഥിനി സൽ സ്വഭാവം ഉള്ളവൾ ആകുന്നു. ഹാദിഹി മുബ്തദഅ, അത്വാലിബത്തു ബദൽ, ദാത്തു ഖബർ വഹുവ മുലാഫ്, ഖുലുഖിൻ മുലാഫുൻ ഇലൈഹി. ഇനി ഇത് ബഹുവചനത്തിലേക്ക് ആക്കുമ്പോൾ ഹഉലാഇ ത്വാലിബാത്തു ദവാത്തു ഖുലുഖിൻ. ഈ വിദ്യാർത്ഥിനികൾ സൽ സ്വഭാവം ഉള്ളവരാകുന്നു. ദവാത്തു കണ്ടോ, മുഅന്നസ് ബഹുവചനമാകുമ്പോൾ ദവാത്തു. ഹഉലാഇ മുബ്തദഅ, അത്വാലിബാത്തു ബദൽ, ദവാത്തു ഖബർ വഹുവ മുലാഫ്, ഖുലുഖിൻ മുലാഫുൻ ഇലൈഹി. ഔ അം, ഔ എന്ന് പറഞ്ഞാലും അം എന്ന് പറഞ്ഞാലും അഥവാ എന്നുള്ള അർത്ഥമാണ്, ഓർ എന്നാണ്. ഇത് ഹർഫുൽ അത്തുഫാണ്, അത്തുഫിൻ്റെ അക്ഷരങ്ങൾ ആണ്. ഔ എന്നത് സാധാരണ വാചകങ്ങളിൽ ഉപയോഗിക്കുന്നു. നമുക്ക് ഉദാഹരണം, റഅയ്തു ബിലാലൻ ഔ ഹാമിദൻ. റഅയ്തു ഞാൻ കണ്ടു, ബിലാലൻ ബിലാലിനെ, ഔ ബിലാലിനെയോ, ഹാമിദൻ ഹാമിദിനെയോ ഞാൻ കണ്ടു. ഞാൻ ബിലാലിനെയോ ഹാമിദിനെയോ കണ്ടു. നോക്കി, ഇനി അം ആണെങ്കിൽ ചോദ്യത്തിലാണ് ഉപയോഗിക്കുക. അ ബിലാലൻ റഅയ്ത അം ഹാമിദൻ. നീ ബിലാലിനെയാണോ അതോ ഹാമിദിനെയാണോ കണ്ടത്? കണ്ടോ, ഇവിടെ നമ്മൾ 2 ഓപ്ഷൻ വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു പാറ്റേൺ ആണത്. കണ്ടോ, ഹർഫുൽ ഇസ്തിഫ്ഹാം, ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ ആണോ. അപ്പോൾ പിന്നെ അം, അടുത്ത നോക്കിയേ, ഓർ അഥവാ എന്നുള്ളത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ 2 ഓപ്ഷനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് അം എന്നൊരു പാറ്റേൺ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഹംസക്ക് ശേഷവും രണ്ടാമത്തെ ഓപ്ഷൻ അമ്മിന് ശേഷവും വെക്കണം.
ഓക്കെ. അപ്പോൾ നോക്കിയേ, ബിലാലൻ, ആദ്യത്തെ ഓപ്ഷൻ അത് ബിലാലിനെയാണോ? പിന്നെ റഅയ്ത അമ്മിന് ശേഷം ഹാമിദിനെയാണോ കണ്ടത്? ഈ ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ അല്ല എന്നൊന്നും ഉത്തരമൊന്നും പറയാൻ പറ്റില്ല. ബിലാലിനെ അല്ലെങ്കിൽ ഹാമിദിനെ, അങ്ങനെ ഒരു കൃത്യമായി ഒരു ഉത്തരം നിർണയിച്ച് പറയണം. അടുത്തത് മിഅത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? 100. അൽഫുൻ 1000. മിഅത്തുൻ്റെ എഴുത്ത് ശ്രദ്ധിക്കട്ടോ, മീമ് കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് മിഅത്തുൻ, അതിൻ്റെ എഴുത്തിൻ്റെ രീതി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിഅത്തുൻ, അലിഫുൻ എന്നീ നമ്പറുകളൊക്കെ മുദാഫായിട്ടാണ് വരിക. അപ്പോൾ എണ്ണപ്പെടുന്നത് മഅദൂദ് എന്തായിരിക്കും? മുദാഫിൻ ഇലൈഹി ആയിട്ടാണ് വരിക. ഇതിൽ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാത്തിനും മിഅത്തുനും അലിഫിനും അത് തന്നെയാണ് വരിക. നോക്കിയേ, മിഅത്തു കിതാബിൻ 100 പുസ്തകം, 100 പുസ്തകം. മിഅത്തു മുലാഫ് കിതാബിൻ മുലാഫിൻ ഇലൈഹി. അൽഫു റിയാലിൻ 1000 റിയാൽ. അൽഫു മുലാഫ് റിയാലിൻ മുലാഫിൻ ഇലൈഹി. അപ്പോൾ ഇനി നമ്മളൊരു വസ്തുവിൻ്റെ വിലയൊക്കെ പറയുകയാണെങ്കിൽ ബി എന്നൊരു ഹർഫു ജെറും കൂടി കൂട്ടി പറയണം. ഹാദത്തിൽ ഫാസു ബി അൽഫി റിയാലിൻ. ഈ ടി വിക്ക് 1000 റിയാലാണ്. ഹാദ മുബ്തദ അത്തിൽഫാസു ബദൽ ബി അൽഫി ജാറുൻ വ മജ്റൂറുൻ ഖബർ റിയാലിൻ അൽഫി മുലാഫ് റിയാലിൻ മുലാഫുൻ ഇലൈഹി. നമുക്ക് അൽ ഇസ്മുൽ മൻഖൂസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതായത് ഒരു ഇസ്മാണത്, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് യാ ആയിരിക്കും, തൊട്ടുമുന്നുള്ള അക്ഷരത്തിന് കെസ്റയായിരിക്കും. റാഗിയുൻ, ആലിയുൻ എന്നൊക്കെ പറയുന്നത് പോലെ അവ നക്കിറയാകുമ്പോൾ ആ യാഇനെ കളഞ്ഞിട്ട് അവസാനത്തെ അക്ഷരത്തിന് കെസ്റത്തേൻ കൊടുക്കും, തെൻവീൻ കെസ്റ കൊടുക്കും. ഗാലിയുൻ എന്നത് എന്താവും? ഗാലിൻ. റായിയുൻ എന്നത് റാഗിൻ. അങ്ങനെ നക്കിറയാകുമ്പോൾ. എന്നാൽ അത് മുഅന്നസ് ആകുമ്പോൾ അതിന് മാറ്റങ്ങളില്ല. മഅരിഫ ആകുമ്പോഴും മാറ്റങ്ങളില്ല. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗാലിൻ എന്താ? യഥാർത്ഥത്തിൽ ഗാലിയുൻ എന്നാണ്, പക്ഷേ അവിടെ യാഇനെ കളഞ്ഞ് കെസ്റത്തേൻ കൊടുത്തു. ഓക്കെ. റാഗിൻ. എന്നാൽ നോക്കിയേ, മഅരിഫ ആയപ്പോൾ അറായി, കണ്ടോ യാ വന്നിരിക്കുന്നത്. മുഹാമിൻ, വക്കീൽ. അൽ മുഹാമി. ഖാലിൻ, അൽ ഖാലി, യാ വന്നിരിക്കുന്നത് കണ്ടോ. മഅരിഫ ആയപ്പോൾ മുഹാമിയത്തുൻ, ഒരു അതിൻ്റെ മുഅന്നസാണ് മുഹാമിയത്തുൻ. ഖാലിയത്തുൻ അതിൻ്റെ മുഅന്നസാണ് കേട്ടോ, ജഡ്ജ്. ഖാലിയത്തുൻ. നോക്കി, ഖാലിൽ മദീനത്തി, ഖാലിൽ മദീനത്തി, മദീനയുടെ ഖാലി, ജഡ്ജി. അവിടെ ഖാലി, അവിടെ മുലാഫായപ്പോൾ അത് എന്തായി? യാ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ യാഇനെ കളഞ്ഞിട്ട് തെൻവീൻ കെസ്റത്തേൻ അല്ലെങ്കിൽ തെൻവീൻ കെസ്റ നൽകും. ഇൻഷാ അല്ലാഹ് പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. പാർട്ട് 2 ആയിട്ട് പാഠം നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യാം. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.